ചങ്ങന്മാരെ തട്ടി മാറ്റി കൊണ്ടിട്ടോ ഉപകാരപ്പെടും. നിങ്ങളൊക്കെ വാട്സപ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കീബോർഡിൽ നമ്മൾ ഒരു എൻ്റർ ബട്ടൺ കാണുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഒരു വാക്ക് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ താഴേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ എൻ്റർ ബട്ടൻ്റെ സ്ഥാനത്ത് ഇപ്പം പല ആളുകൾക്കും സെൻഡ് ബട്ടൺ വരുന്നത്. ഡയറക്റ്റ് എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ താഴേക്ക് ഒരു അടുത്തൊരു സെൻറ്റൻസ് എഴുതാൻ കഴിയാതെ നേരെ സെൻഡിങ്ങിലേക്കാണ് പോകുന്നത്. ആ ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യുക. വേറൊരു ആപ്പും വേണ്ട, ചില അപ്ഡേഷനിൽ വരുന്നതാണ്. അത് നമ്മൾ വാട്സപ്പിൽ തന്നെ അതിൻ്റെ സെറ്റിംഗ്സ് ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, കണ്ടു നോക്കിക്കോളി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പഴയ മരുന്ന് കീബോർഡ് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടോളി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചാറ്റിംഗ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതിക്കാണ്ട് ഇതാക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഡയറക്റ്റ് സെൻഡ് ബട്ടണാണ് കാണുന്നത്. കണ്ടോ, ഡയറക്റ്റ് സെൻഡ് ആവുകയാണ്. അവിടെ ഒരു എൻ്റർ ബട്ടൺ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാണ്ട് അടുത്ത് നമുക്ക് താഴേക്ക് എന്തെങ്കിലും ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ ഇവിടെ ഒരു എൻ്റർ ബട്ടൺ, ആരോ മാർക്ക് ബട്ടൺ ഉണ്ടാവുമല്ലോ, അതാണ് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് പോയിട്ട് നേരെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ചാറ്റ് എന്ന് കാണും. ആ ചാറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ എൻ്റർ ഈ സെൻഡ് ഇതങ്ങോട്ട് ഓഫ് ആക്കിയിട്ടാൽ മതി. അത് ഓണായി കിടക്കും. അത് ഓണായി കിടക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൻഡ് ബട്ടൺ ഡയറക്റ്റ് കാണുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ എൻ്റർ കീ വിൽ സെൻഡ് യുവർ മെസ്സേജ് എന്ന്. അപ്പോൾ അത് ഇപ്പോൾ ഓഫ് ആക്കിയിട്ടോ. ഇനി ഓഫ് ആക്കിയാണ്ട് അത് ബാക്കോട്ട് പോയിട്ട് നമ്മൾ ഇതേമാതിരി ഒന്ന് ഇപ്പം നിങ്ങൾ ഹായ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ കണ്ടില്ല, ഇവിടെ ഇപ്പം എൻ്റർ ബട്ടണാണ് വരുന്നത്. അപ്പോൾ അടുത്ത താഴേക്ക് നമുക്ക് എഴുതാം. അങ്ങനെ താഴേക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം. ഉണ്ടോ, എന്നിട്ട് നമുക്ക് സെൻഡ് ബട്ടൺ ഇവിടെ സെൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അറിയാത്തവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.